ലൈറ്റ് ഹൗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സ്നേഹത്തിന് അത്ഭുത ശക്തിയുണ്ട്. മറ്റുള്ളവരെ ഉണർത്താനും വളർത്താനും സ്നേഹം വേണം. പക്ഷെ അതെങ്ങനെ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് പ്രശ്നമായി തീരുന്നത്. സത്യത്തിൽ സ്നേഹത്തിന് വാക്കുകളുടെ ആവശ്യമില്ല, ഒരു പൂവ് മാത്രം മതി. സ്നേഹത്തിന് വ്യാകരണം ആവശ്യമില്ല, ഒരു ആംഗ്യം മതി. സ്നേഹത്തിനൊരു പ്രത്യേക ഘടനയുടെ ആവശ്യമില്ല, ഒരു തലോടൽ മാത്രം മതി. അവരുടെ സ്നേഹത്തെക്കുറിച്ചുള്ള പ്രതീകം മനസ്സിലാക്കി അതിലൂടെ സ്നേഹം പകർന്നാലേ അദ്ദേഹത്തിന് സ്നേഹം കിട്ടുകയുള്ളൂ. ഭർത്താവ് തത്വശാസ്ത്രത്തിൽ ഗവേഷണം നടത്തുകയാണ്. ഭാര്യയ്ക്കൊരു സംശയം, ഭർത്താവിന് തന്നോടുള്ള സ്നേഹം കുറയുന്നുണ്ടോ? പണ്ട് തൻ്റെ കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കുമായിരുന്നു. ഒരു ദിവസം സൂത്രത്തിൽ അവൾ ഇക്കാര്യം ഭർത്താവിനോട് ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് എന്നെ ഇത്ര തീവ്രമായി സ്നേഹിക്കുന്നത്? അദ്ദേഹം തിരിച്ചു ചോദിച്ചു, പ്രിയേ, തീവ്രത എന്നതുകൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്നേഹപ്രകടനത്തിൻ്റെ ആവർത്തനമാണോ? സത്താപരമായ ഗുണനിലവാരമാണോ? വാക്കുകളിൽ ഊഷ്മളതയാണോ? എൻ്റെ മൗലികമായ സമീപനമാണോ? ഭാര്യ പിന്നീട് ഒന്നും ചോദിച്ചില്ല. അറിവ് എങ്ങനെ, എപ്പോൾ, എവിടെ ഉപയോഗിക്കണമെന്ന അറിവാണ് യഥാർത്ഥ അറിവ്. അരിക്കടയിൽ എന്തിനാണ് ആകാശഗംഗയെക്കുറിച്ച് സംസാരിക്കുന്നത്? സംവേദനക്ഷമതയില്ലാത്ത, പരസ്പരം മനസ്സിലാകാത്ത സംഭാഷണങ്ങളും സംവാദങ്ങളും എല്ലാ അകൽച്ചയുടെ ആദ്യ കാരണം. എല്ലാവരും പല വേഷമാടുന്നവരാണ്. ഓരോ വേഷത്തിന് യോജ്യമായ സംസാര ശൈലിയും ശരീരഭാഷയും മാനസിക നിലയും പുലർത്തിയേ പറ്റൂ. അല്ലാത്ത എല്ലാ ഇടപാടുകളിലും സ്വാഭാവികമായ വിടവ് രൂപപ്പെടും. എന്താണോ അതാകണം, എവിടെയാണോ അവിടെ ആയിരിക്കണം. വീടിനുള്ളിൽ വീട്ടുകാരനും തൊഴിൽ സ്ഥലത്ത് തൊഴിലാളിയുമാകണം. ഒരു സ്ഥലത്തെ വികാരങ്ങളും വിചാരങ്ങളും മറ്റൊരിടത്തേക്ക് കടന്നാൽ എല്ലായിടത്തും പ്രശ്നമാകും. ഇടങ്ങൾക്കനുസരിച്ച് ഇടപെടാനും ഒരേയിടത്ത് അവിടെ എത്തുന്നതിന് വേണ്ടി ആയിരിക്കണമോ അതിനുവേണ്ടി തന്നെ നിലകൊള്ളാനും കഴിയണം. പണിസ്ഥലത്തെ പ്രശ്നങ്ങളും പേറി വീട്ടിൽ വരുന്നതിനേക്കാൾ നല്ലത് അവിടെ തന്നെ താമസിക്കുന്നതാണ്. വീട്ടിലുള്ളവർ പ്രതീക്ഷിക്കുന്ന ഭർത്താവിനെയോ ഭാര്യയോ അച്ഛനെയോ അമ്മയോ സഹോദരങ്ങളെയോ ഒക്കെയാകും. അവിടെ പ്രസിഡന്റിനെയോ പാറാവുകാരൻ്റെയോ മനസ്ഥിതിക്ക് പ്രസക്തിയില്ല.